ഹായ് വെൽക്കം ടു മൈ ചാനൽ കലവറ. നമ്മളിതാ ഇന്ന് നമ്മളെ കയ്യിൽ കുറച്ച് ചെറുപഴം ഉണ്ട് കേട്ടോ. വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മ കൊടുത്തയച്ചേനി. അപ്പോൾ നന്നായിട്ട് പഴുത്തു പോയി അത്. അപ്പോൾ അന്ന് നമ്മൾ അതുകൊണ്ടൊരു സ്നാക്സാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഇതാ തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായി പഴുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതാ പഴുപ്പ് കുറഞ്ഞ രണ്ട് വരി ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത നോക്കി എടുത്തതാണ്. അപ്പോൾ ഈ സ്നാക്സ് ഇഷ്ടമായ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇത് ഞാനിങ്ങനെ അരിഞ്ഞ് കാണിച്ചിരുന്നത് എന്താണെന്നോ, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് നമ്മൾ നന്നായിട്ട് വെറുതെ വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം കേട്ടോ. എനിക്കിവിടെ വെയിൽ കിട്ടാത്തതുകൊണ്ട് അതിന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് സ്നാക്സ് ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു മിക്സിയിലേക്ക് ഇട്ടുകൊണ്ട് 2 ബാച്ചായിട്ട് ഞാൻ അത് അരച്ചിട്ടോ. നമുക്ക് അധിക സമയം വേണ്ട, ഒന്നും ഇങ്ങോട്ട് കറക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി കംപ്ലീറ്റ് നല്ലോണം അരഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം, അതേപോലെ കുറച്ച് ഉപ്പ്, ആ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് മതി കേട്ടോ. പിന്നെ കുറച്ച് മൈദ, കുറച്ച് അരിപ്പൊടി, അത് രണ്ടും ആദ്യം ഒരേ അളവിലെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പഴം അരച്ചതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മിക്സാക്കിയിട്ട് നമ്മളതിൻ്റെ പാകം നോക്കണം. ചെറിയ ജീരകം നമ്മൾ കഴിക്കാൻ എത്രക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം ഇട്ടാൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുക. അതേപോലെ ഇതിലേക്ക് തേങ്ങാക്കൊത്തും ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതാ കുറച്ച് ബാറ്ററി ലൂസായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പൊടികളിട്ടു. ഇത് നല്ല ഹാർഡായിട്ട് വേണ്ടവർ അരിപ്പൊടിയുടെ അളവ് കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. അല്ല സോഫ്റ്റായി വേണ്ടവർ ഒരേ അളവിലെടുക്കുക കേട്ടോ. മൈദ കൂടുതൽ എടുക്കരുതേ, അപ്പോൾ നമ്മളത് ആകെ എണ്ണ കുടിച്ച് കഴിക്കാൻ പറ്റാത്തൊരു പരുവായിരിക്കും. അപ്പം എന്താ എണ്ണയൊക്കെ ചൂടാക്കി ഞാനിതാ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ആ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബൗളിലേക്കല്ല, എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ സ്പൂൺ ഇങ്ങനെ ചാടുന്നൊരു പരുവം ഞാൻ കാണിച്ചു തന്നല്ലോ, അതേ പരുവത്തിലാവണം മാവിൻ്റെ അളവ് കേട്ടോ. കുഴച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതാ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലൊക്കെ ആയിട്ടുണ്ട്. നല്ല ചുമപ്പാവാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ടാൽ നമുക്ക് കഴിക്കാൻ കുറച്ചൊരു ഹാർഡായി പോകും. ഇങ്ങനെ ആ ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമ്മളത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഉള്ളും നമ്മൾ ഉണ്ണിയപ്പമൊക്കെ പൊളിച്ച പോലെ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ. അപ്പോൾ അതാ അപ്പമൊക്കെ ചുട്ടു. പിന്നെ നമുക്ക് നാളെ ഒരു കേക്ക് കൊടുക്കാണ്ടേ നമ്മൾ ഫ്രണ്ട് ഏൽപ്പിച്ചതായിരുന്നു. അവരുടെ വേറെ നമുക്കറിയുന്ന കുട്ടി തന്നെ അവർ ഫ്രണ്ടിനെ കാണാൻ പോകാൻ വേണ്ടിയാണ്. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ടൊരു കേക്ക് മതി, ഒരു 4-ൻ്റെ അടുത്ത് മാത്രം മേള് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്ത് കൊടുത്തു.